ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസിൻ്റെ ബാക്കി ഭാഗമായി ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വലാ നുസദ്ദിഖു കാഹിനൻ വലാ അറാഫ വലാ മൻ യദ്ദഇ ശൈഅൻ യുഖാലിഫുൽ കിതാബ വസ്സുന്ന വഇജ്മാഅൽ ഉമ്മ. വലാ നുസദ്ദിഖു കാഹിനൻ വലാ അറാഫ, ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും നാം വിശ്വസിക്കുകയില്ല. വലാ മൻ യദ്ദഇ ശൈഅൻ യുഖാലിഫുൽ കിതാബ വസ്സുന്ന, വിശുദ്ധ ഖുർആനിനും സുന്നത്തിനുമെതിരായ ഒരു കാര്യവും നാം അംഗീകരിക്കുകയില്ല. വഇജ്മാ അൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായത്തിനും എതിരെ ഉള്ള ഒരു കാര്യവും നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയില്ല എന്നതാണ്. കഴിഞ്ഞ ദർസിൽ ഔലിയാക്കളെ സംബന്ധിച്ചായിരുന്നു പ്രതിപാദിക്കുകയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചർച്ചയും. അതായത് ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഔലിയാക്കന്മാരെന്ന് വാദിച്ചുകൊണ്ട് അദൃശ്യമറിയുന്ന ആളുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല സിദ്ധന്മാരും ജ്യോത്സ്യന്മാരും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്. അവരുടെ നിജസ്ഥിതിയാണ് ഇമാം അവറുകൾ ഈ വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നാമതായി, ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും നാം അംഗീകരിക്കുകയില്ല എന്നതാണ്. കാഹിൻ എന്നാണ് ജ്യോത്സ്യന് പറയുന്നത്. അറാഫ് എന്ന് പറഞ്ഞാൽ കണക്കൻ, കണക്ക് നോക്കുന്നയാൾ, ഗണിതക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. ജ്യോത്സ്യൻ എന്ന് പറയുന്നത് വാനലോകത്ത് നടക്കുന്ന ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ കാര്യങ്ങൾ പ്രവചിക്കുന്നവനാണ് ജ്യോത്സ്യൻ. ജ്യോതിശാസ്ത്രമല്ല, ജ്യോതിഷം എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെയും അതേപോലെ തന്നെ അതിൻ്റെ ഭ്രമണപഥങ്ങളുടെയുമൊക്കെ നീക്കത്തിനനുസരിച്ച് ഇന്ന രാശി ഇന്ന രാശിയിലേക്ക് വന്നാൽ, ഇന്ന നക്ഷത്രം ഇന്ന നക്ഷത്രത്തിന് നേരെ വന്നാൽ അത് ശകുനമാണ്, അത് ശുഭമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രവചനക്കാർ, അതാണ് ജ്യോതിഷം. ഗോളശാസ്ത്രം എന്ന് പറയുന്നത് വാനനിരീക്ഷണം നടത്തി അതിൻ്റെ ചലനത്തിൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയൊക്കെ ചലനത്തിനനുസരിച്ച് രാപ്പകലുകളുടെ മാറ്റവും സമയവും കാലാവസ്ഥയും ഒക്കെ കണ്ടുപിടിക്കുന്നതാണ്. ആ കാര്യം ഇസ്ലാമിന് വിരുദ്ധമായ സംഗതിയല്ല. ആദ്യം പറഞ്ഞ ജ്യോതിഷമാണ് നിഷിദ്ധമായിട്ടുള്ളതും പഠിക്കാൻ പാടില്ലാത്തതും നാം അംഗീകരിക്കാൻ പാടില്ലാത്തതുമായ കാര്യം. വല അറാഫൻ, ഗണിതക്കാരൻ. ആരാണ് ഗണിതക്കാരൻ? കാഹിൻ എന്ന് പറയുന്നത് വായു പ്രവചിക്കുന്നവനും, ഗണിതക്കാരൻ അറാഫ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ കണ്ടെത്തി പറയുന്നവനുമാണ് എന്നൊക്കെ വിശദീകരണങ്ങൾ കാണാൻ പറ്റും. പലതരത്തിലുള്ള ഗണിതക്കാരുണ്ട്. അബാജദുകൾ കണക്ക് കൂട്ടിയിട്ട്, അറബി അക്ഷരമാലയിലെ സംഖ്യാശാസ്ത്രങ്ങൾ കണക്ക് കൂട്ടിയിട്ട് പറയുന്ന ആളുകൾ, മണലിൽ വരച്ച് പറയുന്ന ആളുകൾ, കവടി നിരത്തി പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ പക്ഷികളെ പറത്തിയിട്ട് അത് വലത്തോട്ടും ഇടത്തോട്ടും പറന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുന്ന ആളുകൾ. അങ്ങനെ പലതരത്തിലുള്ള ഗണിതക്കാരുണ്ട്. അതിനൊക്കെ ആധുനികമായ രൂപങ്ങളുമുണ്ട്. പലപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന തരത്തിൽ ആധുനികമായ അതിന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് വഴിയെ പ്രതിപാദിക്കാം ഇൻഷാ അല്ലാഹ്. അത് രണ്ടും നമ്മൾ, അല്ലെങ്കിൽ അവയൊന്നും നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയില്ല എന്നതാണ്. അതേപോലെ തന്നെ വല മൻ യദ്ദഇ ശൈഅൻ യുഖാലിഫുൽ കിതാബ് വസുന്ന, വിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരായി ഇത്തരം വാദങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുന്ന ഒരാളുടെയും വാക്കുകളെ നാം അംഗീകരിക്കുകയില്ല എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമാം അവറുകൾ ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ അല്ലാമുൽ ഗുയൂബാണ്, ആലിമുൽ ഗൈബി വശഹാദത്താണ് എന്നത്. അള്ളാഹുവാണ് രഹസ്യവും പരസ്യവും അറിയുന്നവൻ. സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു അതിനുള്ള കഴിവ് നൽകിയിട്ടില്ല. വാനലോകത്തെ മലായിക്കത്തുകളാവട്ടെ, ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കളും മുർസലീങ്ങളുമാവട്ടെ, ഔലിയാക്കളും സാലിഹീങ്ങളുമാവട്ടെ, അവർക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുൽ ഗൈബ് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ
ഖണ്ഡിതമായി തന്നെ അള്ളാഹു പറയുകയാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അവൻ്റെ അടുക്കലാണ് ഗൈബിൻ്റെ താക്കോൽ. ലാ യഅലമുഹാ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ഒരാളും ആ ഗൈബ് അറിയുന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അള്ളാഹു അറിയാതെ ഭൂമിയിൽ ഒരു കരിയില പോലും വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ആകാശഭൂമികളിലെ ഇരുളുകളുള്ള സ്ഥലത്ത് ഒരു ആറ്റം പോലും, അത് ഉണങ്ങിയതാവട്ടെ പച്ചയാവട്ടെ, അള്ളാഹു അറിയാതെ അവൻ്റെ അടുക്കൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെടാതെയില്ല എന്ന് അള്ളാഹു ഖണ്ഡിതമായി തന്നെ പ്രതിപാദിക്കുകയാണ്. സൂറത്ത് നംലിൽ അള്ളാഹു പറയുകയുണ്ടായത്, ഖുൽ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ ഇൽമുൽ ഗൈബ് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. സൂറത്ത് ലുഖ്മാനിൽ അള്ളാഹു പറയുകയുണ്ടായത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള വിവരമുള്ളത്. സൃഷ്ടികളിൽ ഒരാൾക്കും അതറിയില്ല, പ്രവാചകന്മാർക്കോ മലായിക്കത്തുകൾക്കോ ആർക്കും അറിയില്ല. വയുനസ്സിലുൽ ഗൈസ, അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നവൻ, അതും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഒരാൾ എന്ത് പ്രവർത്തിക്കുന്നുവെന്നത് അള്ളാഹുവാണ് അറിയുന്നത്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചാണ് ഒരാൾ മരണപ്പെടുക എന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ഈ കാര്യങ്ങളൊന്നും അള്ളാഹു ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ പലപ്പോഴും ചില ആൾക്ക് സംശയം ഉണ്ടായേക്കാം, മഴ പെയ്യുന്നത് പലപ്പോഴും കാലാവസ്ഥക്കാർ പ്രവചിക്കാറില്ലേ, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയുണ്ടായേക്കാം. അത് അള്ളാഹുവിന് മാത്രം അറിയുക എന്ന ഇൽമുൽ ഗൈബിന് എതിരായതല്ല, മറിച്ച് നിരുപാധികം ഈ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയ കഴിവിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ കാലാവസ്ഥ വ്യതിയാനങ്ങളെ സംബന്ധിച്ചും മാറ്റങ്ങളെ സംബന്ധിച്ചുമൊക്കെ പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന മാസത്തിൽ മഴ വർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനം മാത്രമാണ് അവർ നടത്തുന്നത്. അതവർ ഉറപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമികപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ തീർച്ചപ്പെടുത്തി പറഞ്ഞാലും മഴ വർഷിക്കാറില്ല. രണ്ടാമത്തേത്, അങ്ങനെ പെയ്യാനുള്ള കാരണം അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂനമർദ്ദം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, അല്ലാതെ ന്യൂനമർദ്ദം കാരണമായല്ല മഴ വർഷിക്കുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ കുദറത്ത് കൊണ്ടാണ്, അവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വിശ്വാസികൾ വിശ്വസിച്ചിരിക്കണം. അതേപോലെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു എന്നാണ്. പല ആളുകളും പറയാറുണ്ട്, ഗർഭാശയത്തിലുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ മനുഷ്യർക്ക് അറിയാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ടല്ലോ എന്നതാണ്. യഥാർത്ഥത്തിൽ ആ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. ഗർഭാശയത്തിലുള്ളത് അള്ളാഹു അറിയുന്നു എന്നാണ് പറയുന്നത്. ഗർഭാശയത്തിലുള്ള ശിശുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, അവൻ്റെ ആയുസ്, അവൻ്റെ റിസ്ക്, അവൻ ശഖിയാണോ സഈദാണോ, ദൗർഭാഗ്യവാനാണോ, നരകത്തിലേക്ക് പോകുന്നവനാണോ സ്വർഗത്തിലേക്ക് പോകുന്നവനാണോ എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ്, അവൻ്റെ അജല്, അവനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നാളെ നാം എന്ത് പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി നമ്മളെ സംബന്ധിച്ച് അറിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ചാണ് ഒരാൾ മരണപ്പെടുക എന്നതും ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഇൽമിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് പറയാം അയാൾ ഈ കട്ടിൽ കിടന്ന് മരിക്കും. അതൊക്കെ നിഗമനത്തിൻ്റെയും സാധ്യതയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവചിക്കാനും പറയാനും പറ്റുന്നതാണ്. അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. കാര്യകാരണ ബന്ധങ്ങളുടെ അപ്പുറത്ത്, മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അറിവിൻ്റെയും കുദറത്തിൻ്റെയും അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതാണ് പ്രവചിച്ച് പറയുന്നത്, അതാണ് ഇൽമുൽ ഗൈബ് അവൻ വാദിക്കുന്നത്. ഓരോ ആളുകൾക്കും സൃഷ്ടികളിലെ ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു അതിൻ്റേതായ പ്രകൃതിക്ക് അനുയോജ്യമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന് ജീവിക്കുവാനും പറയുവാനും നിഗമനത്തിലെത്തുവാനും സാധിക്കുകയുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവിനും
അവൻ്റെ കഴിവിനും അവൻ്റെ കേൾവിക്കും അവൻ്റെ കാഴ്ചക്കും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുമെല്ലാം പരിമിതമായ ഒരു കഴിവും ശക്തിയുമാണുള്ളത്. അതിനപ്പുറത്തേക്ക് അവൻ അറിയാനോ പഠിക്കാനോ കേൾക്കുവാനോ കാണുവാനോ സാധ്യമല്ല. അതിന് സാധ്യമാകണമെങ്കിൽ അതിനുള്ള വല്ല ഉപകരണവും അവൻ കണ്ടെത്തണം. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ജീവജാലങ്ങളുമായി അവൻ കൂട്ടുകെട്ടിലേർപ്പെടണം. ഉദാഹരണത്തിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി സ്മെല്ല് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റുക എന്നത് വളരെ പരിമിതമായ ശേഷി മാത്രമേ മനുഷ്യനുള്ളൂ. എന്നാൽ നായയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർക്ക് ആ നായയെ ഇണക്കി പരിശീലിപ്പിച്ച് അവിടെ പോയത് എന്താണ് എന്ന് കണ്ടെത്താൻ പറ്റും. അത് മനുഷ്യൻ ഇൽമുൽ ഗൈബ് മനസ്സിലാക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മറ്റൊരു പടപ്പിനെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ടെത്തുന്ന അവൻ്റെ അറിവാണ്. അതിനെ ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ കഴിവിനും ശക്തിക്കുമൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ തന്നെ പടപ്പുകളിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ജിന്നുവർഗം. അവർക്ക് മനുഷ്യരെക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മനുഷ്യർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്മാരെക്കാളും ഒരുപാട് ദുർബലതയും അവർക്കുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഒരു കൊള്ളി വെച്ചാൽ, ഒരു കമ്പ് വെച്ചാൽ അത് എടുത്തിടാൻ പോലും അതിന് കഴിവില്ല. അതാണ് ജിന്നുകളുടെ അവസ്ഥ. അതോടൊപ്പം വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ജിന്നുകളുമായി കൂട്ടുകെട്ടിലേർപ്പെട്ട് മനുഷ്യന് പല കാര്യങ്ങളും കണ്ടെത്താനും പറയാനും പറ്റും. പക്ഷേ അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. വിചാരണവേളയിൽ മനുഷ്യരെയും ജിന്നുകളെയും വിചാരണ ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന വേളയിൽ വയൗമ നഹ്ശുറുഹും ജമീഅൻ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്, മനുഷ്യന്മാരിൽപ്പെട്ട ജിന്നുകളുടെ കൂട്ടുകാർ പറയും റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, നാഥ നീ ഞങ്ങളിൽ ചിലരെ ചിലർക്കുള്ള ആസ്വാദനങ്ങളാക്കി മാറ്റി. വബലഗ്ന അജലനല്ലദീ അജ്ജൽത ലനാ, ഇപ്പോൾ ഞങ്ങളിതാ നീ നിശ്ചയിക്കുന്ന സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ഞങ്ങളെ പരസ്പരം കൂട്ടുകെട്ടിലേർപ്പെട്ട് ആസ്വാദനം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളിലും അതിലേക്ക് സൂചനയുണ്ട്. മനുഷ്യരും ജിന്നുകളും കൂട്ടുചേർന്ന് പരസ്പരം കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തുന്ന ആസ്വാദനങ്ങൾ, ജിന്നിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ നടത്തുന്ന വായു പ്രവചനങ്ങൾ, മാരണപ്രവൃത്തികൾ, അതാണ് ജിന്നുകളെ ഇസ്തിംതായ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ജിന്നുകൾക്ക് കിട്ടുന്ന ആസ്വാദനമെന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജിന്നിന് ലഭിക്കേണ്ടത് അവനെ ആരാധിക്കുക എന്നതാണ്. പിശാചിനെ പൂജിക്കുന്നവർക്കാണ് അത്തരത്തിൽ അവൻ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. നായക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നായ നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നതുപോലെ ജിന്നുകൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടത് അള്ളാഹുവിൽ അവിശ്വസിച്ച് അവനിൽ വിശ്വസിച്ച് കാഫിറാവുക എന്നതാണ്. അങ്ങനെ കാഫിറായ ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതും പരിമിതമാണ്, അവൻ ചെയ്തു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സാഹിർ അവിശ്വാസിയായി മാറുന്നത്. ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ അവർക്കുള്ളത് വധശിക്ഷയാണ്. അതിന് കാരണം ഒന്നാമതായി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അതേപോലെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെയാണ്. ചുരുക്കത്തിൽ ആ രൂപത്തിലല്ലാതെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയ സൃഷ്ടിജാലങ്ങളിലൊന്നിനും അവർക്ക് നൽകിയ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തേക്ക് അവർക്ക് നൽകിയ പരിമിതമായ കഴിവിൻ്റെയും അറിവിൻ്റെയും അപ്പുറത്തേക്ക് കാണുവാനോ കേൾക്കുവാനോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, ആരെങ്കിലും ഒരു ഗണിതക്കാരനെ അല്ലെങ്കിൽ ജ്യോത്സ്യക്കാരനെ സമീപിച്ചു, അയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചു, എന്നാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, അയാളുടെ 40 ദിവസത്തെ നമസ്കാരം ബാത്തിലാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല. ഗണിതക്കാരനെ സമീപിച്ച് ചോദിച്ചത് അവൻ വിശ്വസിച്ചിട്ടില്ല, മറിച്ച് ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പോലും അവൻ്റെ നമസ്കാരം സ്വീകാര്യമല്ല. ആ ചോദിച്ചത് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് വെറുതെ ചോദിച്ചതാണ്. എന്നാലും ഇത് തന്നെയാണ് വിധി. വിശ്വസിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും പല ആളുകൾ തമാശ രൂപത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ പോലും പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ്. ചില ആളുകൾ എന്താണ് ഗണിതക്കാരൻ്റെ അഭിപ്രായം എന്നറിയാലോ, അതുകൊണ്ട് കൈ നോട്ടക്കാരൻ്റെ അടുക്കിലേക്ക് കൈ നീട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ പഞ്ചാംഗക്കാരൻ, മാന്ത്രിക ഏലസുകാരൻ, മാന്ത്രിക പ്രവചനക്കാരൻ, സിദ്ധൻ, അവൻ്റെ അടുക്കലൊക്കെ പോയിട്ട് എനിക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാൻ പറ്റും, ഞാൻ പരീക്ഷയിൽ വിജയിക്കുമോ, തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുക എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവചനക്കാരെ സമീപിച്ചാണ് ചോദിക്കുന്നുവെങ്കിൽ അത് 40 ദിവസത്തെ നമസ്കാരം ബാത്തിലാക്കുന്ന പരിപാടിയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ഏതെങ്കിലും ഗണിതക്കാരനെയോ ജ്യോത്സ്യനെയോ ആരെങ്കിലും സമീപിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂൽ,
അവൻ്റെ പ്രവചനത്തിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഖുർആനിൽ അവൻ അവിശ്വാസം പ്രകടിപ്പിച്ചവനായി മാറി. ജ്യോത്സ്യക്കാരൻ്റെ പ്രവചനം വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കാരണം ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു മഖ്ലൂക്കും ആകാശഭൂമികളിലെ രഹസ്യം അറിയുന്നില്ല എന്നാണ്. അത് വാദിച്ചവനാണ് ജ്യോത്സ്യൻ. അത് വിശ്വസിച്ചാൽ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുകയും ജ്യോത്സ്യനിൽ വിശ്വസിക്കുകയും ചെയ്തവനായി മാറി എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള സംഗതിയാണിത്. അത്തരത്തിൽ പ്രവചിക്കുന്ന ആളുകളെ സമീപിക്കുവാനോ അവർ പറയുന്നത് വിശ്വസിക്കാനോ പാടില്ല. തമാശയിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകളെ സമീപിക്കാൻ പാടില്ല എന്നതാണ്. അതിൻ്റെ ആധുനിക രൂപങ്ങളിൽപ്പെട്ടതാണ് ഇലക്ട്രോണിക് ജാതകം നോക്കുന്ന പരിപാടി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന് പ്രത്യേകം സൈറ്റുകളും അതേപോലെ അതിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അത്തരം സൈറ്റുകൾ തുറന്നു നോക്കാനോ അത് വായിക്കാനോ അതിൽ ഏർപ്പെടാനോ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വകഭേദങ്ങൾ തന്നെയാണ് നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കൗൺസിലർമാരും ചെയ്യുന്ന പരിപാടികൾ. ജോലിക്കും മറ്റുമൊക്കെ CV സമർപ്പിച്ചാലേ അവർ ചോദിക്കും നിങ്ങളുടെ രക്തഗ്രൂപ്പ് ഏതാണ്. ചില ആളുകൾ എല്ലാവരും സംബന്ധിച്ചല്ല പറയുന്നത്, വളരെ അപൂർവം ചില ആളുകളൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏത് നിറമാണ് ഇഷ്ടം, എന്തിനോടാണ് താല്പര്യം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവനെ മാനേജ്മെൻറ്റിന് കൊള്ളുന്ന ആളാണ്, ഇവനെ മാനേജ്മെൻറ്റിന് പറ്റാത്തവനാണ്, ഇവനെ ജോലിക്ക് പറ്റുന്നവനാണ്, ജോലിക്ക് പറ്റാത്തവനാണ് എന്നൊക്കെ മുൻവിധി എഴുതുക. നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്ക് ചില സ്വാഭാവികമായ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ യോഗ്യനാണോ യോഗ്യനല്ലേ എന്നൊക്കെ വിലയിരുത്താൻ പറ്റും. അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു 4 കോളം വരച്ചിട്ട് ഇതിലേത് കളറാണ് നിനക്കിഷ്ടം, ചുവപ്പാന്ന് പറഞ്ഞാൽ നിന്നെ ഈ ജോലിക്ക് പറ്റൂല, പച്ചയെന്ന് പറഞ്ഞാൽ ഇവനിതിന് കൊള്ളും. ഇത്തരത്തിൽ യാതൊരു വിജ്ഞാനത്തിൻ്റെയും പിൻബലമില്ലാതെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുക, ആ കാര്യങ്ങൾ പാടില്ലാത്തതാണ്. ഏതെങ്കിലും ഒരാൾ ഒരു കൈകൊണ്ട് ഭക്ഷണം തിന്നാൻ തന്നു, എന്നാൽ അത് നല്ല ലക്ഷണമാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാക്ക് കേട്ടു, അതോടുകൂടി നമ്മളുടെ കാര്യം മോശമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ പ്രവചനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രവചിക്കുന്നത് ഇതിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുവാനോ അത് അംഗീകരിക്കാനോ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായും പഠിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ലൈസു ബിഷൈ, ജ്യോത്സ്യന്മാർക്ക് അദൃശ്യജ്ഞാനം അറിയുകയില്ല. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിഷൈഇ യകൂനു ഹക്ക, അവർ പലപ്പോഴും പ്രവചിക്കുന്ന പല കാര്യങ്ങളും അതേപോലെ പുലരാറുണ്ടല്ലോ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിനൽ ഹക്കി യഖ്തഫുഹൽ ജിന്നിയു ഫയുഖർഖിറു ബിഹാ ഫി ഉദ്നി വലിയിഹി, അത് ജിന്നുകളിൽ നിന്ന് അവർ കട്ട് കേൾക്കുന്നതാണ്. ജിന്നുകൾ കട്ടുകേട്ട് അവരുടെ ചെവിയിൽ മന്ത്രിക്കുന്നതാണ്. ഫയഖ്ലിത്തൂന മഅഹ അക്സറ മിൻ മിഅത്തി കദിബ്, അതിൽ അവരൊരു 100 കളവ് ചേർത്തിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന ചെറിയ സത്യങ്ങളാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതായത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ജിന്നുകൾ വന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ, വാനലോകത്തേക്ക് ഒന്നിനു മീതെ മറ്റൊന്ന് എന്ന രൂപത്തിൽ കയറിപ്പോയി വാനലോകത്ത് മലായിക്കത്തുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ കട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ കട്ട് കേൾക്കുമ്പോൾ അവർക്കവിടെ ഭൂമിയിലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും അള്ളാഹു വാനലോകത്ത് മലക്കുകളെ അറിയിക്കുകയും അവർ വിളിച്ചു പറയുകയും ചെയ്യും. അതിൽ നിന്ന് അല്പമാണ് അവർ കട്ട് കേൾക്കുന്നത്. അപ്പോഴേക്ക് അങ്ങനെ ശ്രമിച്ചാൽ അവരെ വാനലോകത്തുള്ള കൊള്ളിമീനുകൾ കൊണ്ട് അള്ളാഹു എറിയുന്നു എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമന കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ എറിയാറുണ്ടായിരുന്നത്. അതിനുശേഷം അത് ഇല്ല എന്നൊക്കെ പണ്ഡിതന്മാർ പല രൂപത്തിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ കേൾക്കുന്ന ഏതാനും വാചകങ്ങളാണ് സത്യമായി അവരാളുകളെ അറിയിക്കുന്നത്. അതിലേക്ക് 100 കളവുകൾ കൂടി കൂട്ടിച്ചേർത്താണ് ജിന്നുകൾ അവരെ പൂജിക്കുന്ന ആളുകൾക്ക് ഈ അദൃശ്യജ്ഞാനം എന്ന പേരിൽ ഇതെത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ പലതും അല്ലെങ്കിൽ അവയിൽ ചിലതെങ്കിലും സത്യമായി പുലരുന്നത് എന്നാണ്. ചുരുക്കത്തിൽ ഇൽമുൽ ഗൈബ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു മഖ്ലൂക്കിനും അള്ളാഹു അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് അറിയാമെന്ന് വാദിക്കുന്നത് സത്യനിഷേധമാണ് എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അമ്പിയാക്കൾക്ക് അള്ളാഹു ഇൽമുൽ ഗൈബ് അറിയിച്ചു കൊടുത്തിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഖിയാമത്ത് നാളിന് മുമ്പ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയ ഉമ്മത്തുകളിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ആളുകളുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഗൈബിയായ കാര്യങ്ങളല്ലേ എന്ന് പലപ്പോഴും സംശയമുണ്ടായേക്കാം. വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട്, ഇല്ലാ മൻ ഇർത്തളാ മിർ റസൂൽ. ആ ഗൈബ് അള്ളാഹു ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ദൂതന്മാർക്കല്ലാതെ. അങ്ങനെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്നത് മുഴുവൻ ഗൈബല്ല, ഇൽമുൽ ഗൈബിൻ്റെ താക്കോലുമല്ല, മറിച്ച് ഗൈബിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ ആ പ്രവാചകന്മാർക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾക്ക് മുന്നിലും പിന്നിലും അള്ളാഹു സംരക്ഷകരായി പറാവുകാരെ മലായിക്കത്തുകളെ നിയോഗിച്ചിട്ടുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്ത വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് ആ കാര്യം പ്രവചിക്കുകയും പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പറയുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യം അവർക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു. അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. കുനിർ റൂഹു മിൻ അംരി റബ്ബി, ആ ഗൈബ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ അറിയിക്കുക എന്നാണ് പറഞ്ഞത്. വേറെ പല കാര്യങ്ങളും സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ വിധിയോ അതിൻ്റെ നിജസ്ഥിതിയോ അറിയാൻ സാധ്യമായിരുന്നില്ല. അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. യസ്അലൂനക അനിൽ ഖംരി, യസ്അലൂനക അനിൽ മഹീദി, യസ്അലൂനക അനിൽ അഹില്ല എന്ന് തുടങ്ങി ഒരുപാട് ആയത്തുകളിലൂടെ നിന്നോടവർ ചോദിക്കുന്നു, നിങ്ങളോടവർ ചോദിക്കുന്നു, അതിന് ഇന്ന കാര്യം മറുപടി പറയുക എന്നതാണ്. അന്ത്യനാളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ചോദ്യകർത്താവിനേക്കാൾ മറുപടി പറയുന്ന ആൾക്കും അറിവില്ല എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പല ഗൈബിയായ കാര്യങ്ങളുമോ അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ പോലെ തന്നെ ഗൈബ് അറിയാത്ത വ്യക്തിയായിരുന്നു എന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം മനസ്സിലാക്കിയാൽ, സ്വഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഔലിയാക്കന്മാരുടെ നേതാക്കളായ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും അലി ഇബ്നു അബീ താലിബും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമൊക്കെ ഒരു യാത്ര, മറ്റുള്ള ഒരുപാട് സഹായിമാരുണ്ട്, യാത്രയിൽ അവർ ഒരു വഴിയിൽ ഇറങ്ങി വിശ്രമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല അവർ ഒട്ടകക്കട്ടിലിൽ നിന്നിറങ്ങി അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്ത് എവിടെയോ വീണുപോയി. തിരിച്ചു വന്നപ്പോഴാണ് മാലയില്ലാത്ത വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അവർ മാല തിരക്കി അവിടെ എല്ലാം തിരഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് സമയം വൈകി, മാല ലഭിച്ചില്ല. അവസാനം ഇനി മാല ഉപേക്ഷിച്ച് നമുക്ക് പോകാം എന്ന് തീരുമാനിച്ചു. യാത്ര പുറപ്പെടാൻ വേണ്ടി ഒട്ടകത്തിന് എഴുന്നേൽപ്പിച്ചപ്പോൾ ഒട്ടകം കിടന്നിരുന്നത് ഈ മാലയുടെ പുറത്താണ്. ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഔലിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബി വര്യന്മാർക്കോ കാണാൻ പറ്റിയില്ല. ആ സമയത്താണ് തയമ്മുമിൻ്റെ ആയത്തിറങ്ങുന്നത്. അവരുദ്ദേശിച്ച പ്രദേശത്തുള്ള വെള്ളത്തിൻ്റെ അടുക്കലേക്ക് അവർക്ക് എത്താൻ സാധ്യമായില്ല. പിന്നെ അവരവിടെ വെച്ച് തന്നെ തയമ്മും ചെയ്ത് നമസ്കരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധവേളയിൽ വിശ്രമിക്കുന്ന സമയത്ത് യഹൂദന്മാരിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം പുരട്ടിയ ആടിൻ്റെ മാംസം കൊണ്ടുവന്നു സൽക്കരിച്ചു, സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും അത് ഭക്ഷിച്ചു. ആ സമയത്താണ് അള്ളാഹു വഹയിലൂടെ അതിൽ വിഷമുള്ള കാര്യം ആ മാംസകഷ്ണം സംസാരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് 1-2 സഹാബിമാർ പിടഞ്ഞു മരിച്ചു, വിഷം തട്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ അതിൻ്റെ വിഷം അല്പം ബാധിച്ചു. വിഷത്തിൽ നിന്നും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിഷമുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകൂട്ടി അറിയുമായിരുന്നില്ല. മക്ക വിജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു തുണി പിടിച്ച് മറച്ചിട്ടുണ്ട്, അതിൻ്റെ ബേക്കിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുന്നത്. റസൂലിൻ്റെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒന്ന് സലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കി. എന്നിട്ട് ചോദിച്ചു, ആരാണത്? അപ്പോൾ ഉമ്മുഹാനി പറഞ്ഞു, ഉമ്മുഹാനി യാ റസൂലല്ലാഹ്, ഇത് ഉമ്മുഹാനിയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏത് ഉമ്മുഹാനി? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകൾ ഉമ്മുഹാനി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാഗതം, ഉമ്മുഹാനിക്ക് സ്വാഗതം എന്ന് പറയുകയുണ്ടായി. ആ മറയുടെ പുറത്ത് ആരാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അതെല്ലാം വിശദീകരിച്ച് പറയാൻ ഒരുപാട് സമയം വേണം.
ഇതൊക്കെ നമുക്ക് നൂറുകണക്കിന് സംഭവങ്ങൾ ഹദീസുകളിൽ നിന്ന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യവും പറഞ്ഞത് അറിയുമായിരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്മാരിൽ തന്നെ ഏറ്റവും ബുദ്ധിമാനും അതേപോലെ തന്നെ ശക്തമാനും ധൈര്യവാനുമൊക്കെ ആയ കാരണത്താൽ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നു സഹാബികളെക്കാൾ. അതല്ലാതെ ഇൽമുൽ ഗൈബിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത്, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ മറഞ്ഞ ഒരു കാര്യവും അറിയുമായിരുന്നില്ല എന്നതാണ് ഖുർആനിൻ്റെ വ്യക്തമായ പ്രതിപാദനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലൂടെ നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മുഴുവൻ പ്രവാചകന്മാരോടും ആ കാര്യം പ്രഖ്യാപിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളും മുശ്രിക്കുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി, നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ വാനലോകത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സ്വർണ്ണക്കൂമ്പാരം ഇറക്കിത്തരട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ വാനലോകത്തേക്ക് കയറിപ്പോയി അവിടുന്ന് ഒരു ഗ്രന്ഥമായിട്ട് ഞങ്ങളെ കാണുന്ന രൂപത്തിൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയുണ്ടായി. പറയാൻ വേണ്ടി അള്ളാഹു തആല പറയാണ്, വലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാ, നിങ്ങൾ ചോദിക്കുന്ന വെള്ളിയും സ്വർണവും സമ്പത്തുമൊക്കെ നൽകാൻ അള്ളാഹുവിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സ്വർണവും വെള്ളിയും സമ്പത്തും നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ വലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാ, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലല്ല, ഞാൻ മക്കയിൽ നിങ്ങൾ കാണുന്ന മാത്രമാണ്. വലാ അയലമുൽ ഗൈബ, എനിക്ക് നിങ്ങൾ ചോദിച്ച കാര്യത്തിലൊക്കെ മറുപടി പറയാൻ അദൃശ്യജ്ഞാനം എനിക്കറിയുകയില്ല. വലാ അഖൂലു ഇന്നി മലക്കുൻ, നിങ്ങൾ ചോദിക്കുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കാൻ ഞാനൊരു മലക്കുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മറുപടി പറയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, മനുഷ്യന്മാർക്കുള്ള കഴിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അള്ളാഹു നൽകിയിട്ട് വേണം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അല്ലേ, ഫിറഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും രാജ്യരാമാനം പിടികൂടാൻ വേണ്ടി അവരുടെ പുറകിൽ പോവാണ്. അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാം പുറപ്പെട്ടു, കടലിൻ്റെ മുന്നിലേക്കെത്തി. അപ്പോഴാണ് അനുയായികൾ പറയുന്നത്, ഇന്നാല മുദ്റക്കൂൻ, മൂസ നമ്മളുടെ മുന്നിൽ കടലാണ്, നമ്മളുടെ പുറകിൽ ഇതാ ഫിറഔനും കൂട്ടരും എത്തിയിട്ടുണ്ട്, നമ്മളിപ്പോൾ പിടികൂടി വധിക്കപ്പെടും. ഉടനെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി, കല്ല ഇന്ന മഅയ റബ്ബി ഇന്നഹു യഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട്, അവനെനിക്ക് വഴി കാണിക്കുമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്. എന്താ കാണിക്കുന്നത് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ വയ്യ. പക്ഷേ ഫിറഔനും കൂട്ടരും അടുത്തെത്താനായപ്പോൾ അള്ളാഹു പറയുന്നത്, നീ വടി കൊണ്ട് കടലിലടിക്കുക. അങ്ങനെ കടലിലടിച്ചു, അവരതിലൂടെ നടന്നുപോയി. അതിനു മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിന് അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇൽമുൽ ഗൈബ് അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമാണ് പ്രവാചകന്മാർക്കും അറിയുക എന്നതാണ് ഖുർആനും ഹദീസും പ്രവാചകന്മാരുടെ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇൽമുൽ ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നത് സത്യനിഷേധത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം നിഷിദ്ധമായതാണ്. അത് ഭക്ഷിക്കാനോ അങ്ങനെയുള്ള ആളുകൾ ഭക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മഹറുൽ ബഗി ഖബീസ്, വേശ്യാവൃത്തിയിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് നിഷിദ്ധമാണ്. അതേപോലെ ഹുൽവാനുൽ കാഹിനി ഖബീസ്, ജ്യോത്സ്യക്കാരൻ്റെ സമ്പാദ്യം നിഷിദ്ധമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലത്ത് തന്നെ മോചിപ്പിച്ചു. പിന്നീട് കുറേ കാലത്തിന് ശേഷം അയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. ഖലീഫ ആയതിനു ശേഷമാണ്. പഴയ കാലത്തെ പരിചയക്കാരനാണല്ലോ. ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊരു പലഹാരവുമായിട്ടാണ് വരുന്നത്. അത് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭക്ഷിക്കുകയും ചെയ്തു. ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ സമർപ്പിച്ച ഈ പലഹാരം എങ്ങനെ ലഭിച്ചതാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ജാഹിലിയ കാലത്ത് എനിക്ക് മാരണം അറിയാം, ജ്യോത്സ്യം അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പ്രവചിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പ്രവചിച്ചതിൻ്റെ പ്രതിഫലമായി എനിക്ക് തരാനുണ്ടായ കാശ് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ലഭിച്ചത്. അത് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷത്തിൽ നിങ്ങൾക്കും ഒരു പലഹാരം വാങ്ങി സമർപ്പിച്ചതാണ് എന്ന് പറയുകയും അത് കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന് ശരണം തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ തൊണ്ടയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നിട്ട് ഛർദ്ദിപ്പിച്ച് കളയാൻ തുടങ്ങി. അദ്ദേഹം ഭക്ഷിച്ച പലഹാരം മാത്രമല്ല, വയറിൽ ബാക്കിയുള്ളതെല്ലാം ഛർദ്ദിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ്. അങ്ങനെയുള്ള നിഷിദ്ധമായ സംഗതിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ സമ്പാദിക്കുന്ന സമ്പാദ്യം. അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് പ്രാവർത്തിക രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ജ്യോത്സ്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഉദാഹരണത്തിന് വാന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ
കാലാവസ്ഥ പ്രവചിക്കുക, മഴ പ്രവചിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ അംഗീകരിക്കുമ്പോൾ വിശ്വാസികൾ അത് അംഗീകരിക്കാം. പക്ഷേ അത് അംഗീകരിക്കുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് സംഭവിച്ചേക്കാം എന്നതാണ് ഒന്നാമതായി വിശ്വസിക്കേണ്ടത്. രണ്ടാമത്തേത് അങ്ങനെ തീർച്ചപ്പെടുത്തി പറയാൻ പാടില്ല, അതിന് സാധ്യതയുണ്ട്. ആ സാധ്യത നിമിഷ നേരങ്ങൾ കൊണ്ട് പിൻവലിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു, അങ്ങനെ സംഭവിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ രണ്ട് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ വെച്ച് സുബഹി നമസ്കാര ശേഷം എഴുന്നേറ്റ് സംസാരിക്കുകയുണ്ടായി. തലേ ദിവസം രാത്രി പെയ്ത മഴയിൽ നനഞ്ഞ് കുതിർന്ന മണ്ണിൽ നെറ്റിയും മൂക്കും കുത്തി ആ ചെളിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹായിമാരും നമസ്കരിച്ചത്. ഹുദൈബിയ സന്ധിക്ക് ശേഷം അവർ പിരിഞ്ഞു പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ ചോദിക്കുകയുണ്ടായി, അതദറൂന മാദാ ഖാല റബ്ബുക്കും അല്ലൈല, കഴിഞ്ഞ രാത്രി അള്ളാഹുവിൻ്റെ വാക്ക് നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന്? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിർ. അള്ളാഹു പറഞ്ഞത് ഇന്ന് നേരം വെളുത്തതിന് എൻ്റെ അടിയന്മാരിൽ കുറേ ആളുകൾ മുഅ്മിനായി, കുറേ ആളുകൾ കാഫിറുമായിട്ടുണ്ട്. വ അമ്മാ മൻ ഖാല മുതിർനാ ബി ഫദ്ലില്ലാഹി വ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവർ മുഅ്മിനും ബി, എന്നിൽ വിശ്വസിച്ചു. കാഫിറും ബിൽ കവാക്കിബ്, അവൻ നക്ഷത്രങ്ങളെ അവിശ്വസിക്കുകയും ചെയ്തു. വ അമ്മാ മൻ ഖാല മുതിർനാ ബി നൗഇ കദാ വ കദാ, ഇന്ന ഞാറ്റുവേലകൾ കാരണമാണ് മഴ പെയ്തത്, ഇന്ന ന്യൂനമർദ്ദം കാരണമാണ് മഴയുണ്ടായത് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫദാലിക കാഫിറും ബി മുഅ്മിനും ബിൽ കവാക്കിബ്, അവൻ ആ ഞാറ്റുവേലകളിലും നക്ഷത്രങ്ങളിലും ന്യൂനമർദ്ദങ്ങളിലുമൊക്കെ വിശ്വസിച്ച് അള്ളാഹുവിൽ അവിശ്വസിച്ചവനായി മാറിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ അത് അള്ളാഹു ആണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും പറയുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചാലും ഈ ഉമ്മത്തിൽ ആ തിന്മ ബാക്കിയുണ്ടാകും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിമും ഇമാം അഹ്മദ് ബിൻ ഹംബലുമൊക്കെ അവരുടെ സഹീഹിലും മുസ്നദിലുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ മാലിക് അൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അർബഉ മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, ജാഹിലിയ കാലത്തെ 4 ദുർനടപ്പുകൾ എൻ്റെ ഉമ്മത്ത് വിടാതെ പിടികൂടും. ഉമ്മത്തിലെ പല ആളുകളും അത് ആചരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഒന്നാമത്തേത് അൽ ഫഖ്റു ഫിൽ അഹ്സാബ് വ തഅനു ഫിൽ അൻസാബ്, 1ഉം 2ഉം കുടുംബം പറഞ്ഞുകൊണ്ട് പെരുമ നടിക്കുക, മറ്റുള്ളവരുടെ തറവാട് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുക. 3 അൽ ഇസ്തിസ്കാഉ ബിൻ നുജൂം, നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മഴയും കാലാവസ്ഥയൊക്കെ പറയുക. 4ാമത്തേത് നിയാഹ, മരണപ്പെട്ടവരുടെ പേരിൽ വിലാപയാത്ര നടത്തുക, വിലപിച്ച് കരയുക, മാർത്തടിച്ച് നിലവിളിക്കുക. ഈ സംഗതി മുസ്ലിങ്ങൾക്കിടയിലും ആ തിന്മ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിഷിദ്ധമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ചുരുക്കത്തിൽ ഇൽമുൽ ഗൈബ് അള്ളാഹുവിനാണ് എന്ന വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിൽ ഏതെങ്കിലും പ്രവചനക്കാരെയോ നിഗമനക്കാരെയോ ഒന്നും വിശ്വസിക്കുവാനോ അവരുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനോ പാടില്ല എന്നതാണ് ഈ വരികളിലൂടെ ഇമാം അവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.